അതായത് അശ്വതിയുടെ സഹോദരി ദിവ്യ ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ദിവ്യ കേൾക്കാമല്ലോ അല്ലേ? അത് മേഡം കേൾക്കുന്നുണ്ട്. ഇന്നലെ സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു പോയതാണ് രണ്ടുപേരും അല്ലേ? അതെ, ഇന്നലെ സ്കൂളിലേക്ക് പരീക്ഷ ഉണ്ടെന്ന് അമ്മേന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടാണ് ഒപ്പം ഫ്രണ്ടിന്റെ ഒപ്പം പോയിട്ടുള്ളത്. രണ്ടുപേരും അച്ഛൻ ബൈക്കിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവരെവിടെയാണ്? സ്കൂളിൽ തന്നെയാണോ വിട്ടത്? സ്കൂളിലെ ക്യാൻറ്റീനിന്റെ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് അവിടെ ഏൽപ്പിച്ച് പോയതാണ്. അപ്പൊ ഒരു കഴിച്ചോണ്ടെന്ന് പറഞ്ഞിട്ട് അവര് അച്ഛനെ പറഞ്ഞയച്ചു. പിന്നെ അവര് വിളിച്ചിട്ട് കിട്ടി. ആ ഒരു ഒറ്റ വട്ടം മാത്രം അവര് വിളിച്ചിട്ട് കിട്ടിയിട്ടുള്ളൂ. ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അപ്പൊ അവര് ഫുഡ് അവിടുന്ന് കട തുറന്നിട്ടില്ല. പുത്തൻതിരി പറഞ്ഞ് കുറച്ചുകൂടി ലോങ് സൈഡിലേക്ക് പോയിട്ട് കഴിക്കാൻ മതി പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. എന്നതിന് ശേഷം പിന്നെ അവരെ കിട്ടിയിട്ടില്ല. ഈ സ്കൂളിൽ കൊല്ലപ്പരീക്ഷ ആയതുകൊണ്ട് ടീച്ചർ വിളിച്ച് ചോദിക്കുകയായിരുന്നു ഈ കുട്ടി വന്നിട്ടില്ലല്ലോ എന്ന്. എന്നിട്ട് ടീച്ചർ ഇവിടെ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോർമേഷൻ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് പേരന്റ്സ് എല്ലാവരും ഞങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. 3 മണിക്ക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് പോലീസിന്. സ്കൂളിൽ നിന്ന് അറിയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതെ അതെ, സ്കൂളിലെ ടീച്ചർ ഞങ്ങൾക്ക് പേരന്റ്സിനെ വിളിക്കുകയായിരുന്നു. ഈ മുസ്ലിം കുട്ടി ഉണ്ട്, അവരെ ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞു, അവര് എന്റെ അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞു. ഓക്കെ ദിവ്യ, ഈ പോലീസിൽ അറിയിച്ച ശേഷം ഇപ്പൊ ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ ഇവരെ കാണാൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അന്വേഷണം എങ്ങനെയാണ്? ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങളെല്ലാവരും, ഞാൻ വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഇന്നലെ 2 മണിക്കാണ് വീട്ടിലേക്ക് അമ്മയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ രാവിലെ ഞാൻ 8:30 ഞങ്ങളിപ്പോ ഇവിടെ എത്തിയത്. ഇപ്പൊ ഇൻഫോർമേഷൻ ഒന്നും സാറ് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദിവ്യ, ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഫോൺ ഉണ്ടല്ലേ? രണ്ടുപേരുടെ കയ്യിൽ ഫോൺ ഉണ്ട്. സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്? അതെ അതെ, അവര് പോലീസ് അന്വേഷിക്കുന്നുണ്ട് സാറുമാര്. ഓക്കെ, ഈ കുട്ടികൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി എന്നൊക്കെയുള്ള സൂചന എവിടെ നിന്നാണ് വന്നത്? ആരാണ് പറഞ്ഞത്? അതല്ലാതെ അത് പല ഫ്രണ്ട്സുകളുടെ അടുത്ത് നിന്ന് പല വാക്കുകളാണ് മാഡം കേൾക്കുന്നത്. അപ്പൊ ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അന്വേഷിച്ചിപ്പോ വന്നു. കോഴിക്കോട് ബീച്ചിൽ പോയി അന്വേഷിച്ച് വന്നു. ഇപ്പൊ ഇവിടെ അടുത്ത് തൂവൽത്തീരം പറഞ്ഞ കടൽ ബീച്ചുണ്ട്, അവിടെയും പോയി അന്വേഷിച്ചു. അവിടെ ഒന്നുമില്ല. ഈ 2 കുട്ടികൾ ഇവർ കൂട്ടുകാരാണ്? ഇവർ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ യാത്ര പോകുക അങ്ങനെയൊക്കെ എന്തെങ്കിലും മുമ്പ് പോയിട്ടുള്ളവരാണോ? ഇതിൽ ഈ ഷഹദ പറഞ്ഞ പെൺകുട്ടി ഷൊർണൂർക്കൊക്കെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഇവര് ടൂർ വിടാൻ പേടിച്ചിട്ടൊക്കെ വിട്ടിട്ടില്ല. അപ്പൊ അതിന്റെ വാശി ദേശം കാരണം ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. മുൻപ് പോയിട്ടുണ്ടല്ലേ? അശ്വതി അങ്ങനെയൊന്നും പോയിട്ടില്ല. അങ്ങനെ പോയിട്ടില്ല. ഇവർ മറ്റേ കുട്ടിക്ക് പോയി പരിചയമുണ്ട്, അതാണ്. ഓക്കെ, നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കുട്ടികൾ ആരെങ്കിലും വിളിച്ചിട്ട് പോയതാണോ? അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഈ ഷഹദയുടെ ഫാമിലിയുമായിട്ട് സംസാരിക്കാൻ പറ്റിയോ ദിവ്യ? അവര് ഇവിടേക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരുന്നു പറഞ്ഞിട്ട് എത്തിയിട്ടില്ല. ഹോസ്പിറ്റലിൽ ആരാണുള്ളത്? ദിവ്യയുടെ അമ്മയാണോ? ആ, ഹോസ്പിറ്റലിൽ അമ്മേനെ വയ്യാണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ രാവിലെ ഇങ്ങോട്ട് ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്, താനൂർ പോലീസ് സ്റ്റേഷനിൽ. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ എന്താണ് പോലീസ് പറയുന്നത് ദിവ്യ? അത് കോളിലേക്ക് കിട്ടിയിട്ടുള്ള ഉച്ചയ്ക്ക് 2 മണിക്ക് ഒരു കോള് ഇടവണ്ണ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു വ്യക്തി വിളിച്ചിട്ടുണ്ട്. 2 പേരുടെ ഫോണിലേക്കും വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആ നമ്പറിലുള്ള വ്യക്തി ആരാണ് എന്നാന്നൊക്കെ നോക്കുകയാണ് ഇപ്പൊ സാറ്. ഓക്കെ, ഈ ഫോൺ വിളി വന്നതിന് ശേഷമാണ് ഈ കുട്ടികളെ കാണാതായിട്ടുള്ളത്. ലാസ്റ്റ് വന്ന കോളാണ് പോലീസ് പരിശോധിക്കുന്നത് അല്ലേ? അതെ അതെ, ഉച്ചയ്ക്ക് 2 മണിക്ക് ഞങ്ങള് പേരന്റ്സും ബന്ധുക്കളും അല്ലാണ്ട് വേറൊരു നമ്പർ ഇടവണ്ണയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 പേരെയും വിളിച്ചിട്ടുണ്ട്? 2 പേരെ വിളിച്ചിട്ടുണ്ട്. ഇവർ അങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, ആ നമ്പർ ആരാണ് എന്താണെന്ന് ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ദിവ്യ? പോലീസ് എന്താ പറയുന്നത്? കിട്ടിയ ഇൻഫോർമേഷൻ അത് ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർമാര്. അതെ അല്ലേ? ഓക്കെ, എന്തായാലും ദിവ്യ ഈ ഫോട്ടോ നമ്മളും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവരെ കണ്ടെത്താൻ പറ്റട്ടെ, സമാധാനമായിരിക്കും. അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. എന്തായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ പോലീസ് ഇന്നലെ മുതൽ അന്വേഷിക്കുന്നുണ്ട്. 2 പെൺകുട്ടികളാണ്, +2 വിദ്യാർത്ഥികളാണ്. ഇന്നലെ അവർക്ക് പരീക്ഷ ഉണ്ടായിരുന്നതാണ്. പക്ഷേ 2 പേരും പരീക്ഷ എഴുതിയിട്ടില്ല. വീട്ടിൽ നിന്ന് അവരെ അവിടെ കൊണ്ട് ഇറക്കിയതാണ് സ്കൂളിന് മുന്നിൽ. ടീച്ചർ പരീക്ഷയ്ക്ക് എന്താണ് കുട്ടികൾ എത്താത്തത് എന്ന് ചോദിച്ച് വീട്ടിലേക്ക് വിളിച്ച് പോലീസിനെ ഇൻഫോം ചെയ്ത ശേഷമാണ് എല്ലാവരും അറിയുന്നത്. എന്തായാലും ഇപ്പോഴും അന്വേഷണം തുടർന്നു. മലപ്പുറത്തെ 2 +2 വിദ്യാർത്ഥിനികൾ മിസ്സിംഗ് ആയി എന്നുള്ള വാർത്തയാണ് വന്നിട്ടുള്ളത്. അവർ മിസ്സിംഗ് ആയതല്ല, അവർ സ്വമേധയാ തന്നെയാണ് പോയത് എന്നുള്ള വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇന്ന് എക്സാം ഉണ്ടെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ എക്സാമിന് ഈ കുട്ടികൾ എത്താത്തത് കൊണ്ട് തന്നെ അവിടുത്തെ അധ്യാപകർ വിളിച്ച് വീട്ടിൽ അറിയിച്ചപ്പോഴാണ് അവരും കാര്യങ്ങൾ അറിയുന്നത്. അപ്പം വീട്ടിൽ ഇത്തരത്തിൽ അവരും അറിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അധ്യാപകർ ഇവരെന്ത് ചെയ്ത് പോലീസിൽ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് പോലീസ് ഇപ്പോൾ ആ കുട്ടികളെ അന്വേഷിക്കുകയാണ്. ഈ 2 വിദ്യാർത്ഥികളെ വിളിച്ച ഒരു നമ്പറിലേക്കാണ് ഇപ്പോൾ പോലീസിന്റെ ആ ഒരു അന്വേഷണം എത്തിപ്പെട്ടിരിക്കുന്നത്. ആ ഒരു നമ്പറിലേക്കാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവരെ ആരെയൊക്കെ അങ്ങോട്ട് വിളിച്ചു, അല്ലെങ്കിൽ ഇവരുടെ നമ്പറിലേക്ക് ആരൊക്കെ ഇങ്ങോട്ട് വിളിച്ചു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ നിലവിൽ ഈ 2 പെൺകുട്ടികളുടെ ഫോൺ ഇപ്പം സ്വിച്ച്ഡ് ഓഫ് ആണ്. അശ്വതിയും അതുപോലെ ഷഹദ, ഇവർ 2 പേരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. 2 സുഹൃത്തുക്കൾ തന്നെയാണ്. ശരിക്കും നമ്മുടെ നാട്ടിലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ ഒരു വേളയിൽ പോലും ഈ 17 വയസ്സായ ഈ പെൺകുട്ടികൾ അതൊന്നും മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ ഒരു പെൺകുട്ടികൾ കാണാതായപ്പോൾ തന്നെ ആദ്യത്തെ മറ്റുള്ളവരുടെ പ്രതികരണം എന്ന് പറയുന്നത് പോയെങ്കിൽ പോട്ടെ എന്നുള്ള രീതി തന്നെയാണ്. കാരണം എന്തെല്ലാം സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്, എന്നിട്ടും ഈ ഒരു പെൺകുട്ടികൾ അതൊന്നും കണ്ട് പഠിക്കുന്നില്ല എങ്കിൽ പോകുന്നത് പോകട്ടെ എന്നുള്ള ചിന്താഗതി തന്നെയാണ് സ്വാഭാവികമായിട്ട് ഓരോരുത്തരുടെ മനസ്സിലുണ്ടാകുന്നത്. ഇത് അവരോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ അവർ നശിച്ചു പോകട്ടെ എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടല്ല ഇതൊക്കെ പറയുന്നത്. ശരിക്കും നമ്മൾ അറിയാതെ ഇത് പറഞ്ഞു പോകും.
മെയിൻലി എന്ന് പറയുമ്പോൾ ഇവരുടെ വയസ്സ് എന്ന് പറയുന്നത് 17 വയസ്സാണ്. 17 വയസ്സായ പെൺകുട്ടികൾക്ക് ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അവർക്ക് ഇതൊക്കെ എന്താണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ധാരണ എന്താണെന്ന് അവർക്കറിയാം. എല്ലാ തിരിച്ചറിവുകളുള്ള ഒരു പ്രായം തന്നെയാണ് ഈ ഒരു 15, 16, 17 വയസ്സ് എന്ന് പറയുന്നത്. ഇതിലെ 2 പെൺകുട്ടികളിലെ ഷഹദ എന്ന് പറയുന്ന പെൺകുട്ടി മുൻപും ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. ഒറ്റ പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് ടൂറിന് വിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി തനിയെ വേറെ. അപ്പൊ അത്രയ്ക്ക് ധൈര്യമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് ഈ ഒരു ഷഹദ എന്ന് പറയുന്നത്. എന്നാൽ ഈ അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടി അങ്ങനെ ഇതുവരെയ്ക്കും അങ്ങനെ മാറി നിൽക്കാത്ത ഒരു പെൺകുട്ടിയാണെന്നുള്ളത് ഈ അശ്വതിയുടെ സഹോദരിയായ ദിവ്യ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ശരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്ന ഈ അവിവേകങ്ങൾ കാണുമ്പോൾ പോലും ഈ പെൺകുട്ടികൾ ഒന്നും കണ്ടു പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എന്താണ് ഇവിടെ പറയാൻ പറ്റുന്നത്? മിസ്സിംഗ് ആയി എന്ന് പറയുമ്പോൾ തന്നെ പലവിധ ചിന്തകൾ തന്നെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഇവർ സ്വമേധയാണ് പോയി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പൊ വാർത്ത വരുന്നതെങ്കിൽ ഇനി ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ? ശരിക്കും അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ ഇപ്പൊ കഴിയുള്ളൂ അല്ലേ. അത് മാത്രമേ നമ്മളെ കൊണ്ട് സാധിക്കത്തുള്ളൂ. പണ്ടൊക്കെ കാലത്ത് നമുക്ക് ഓർമ്മയുണ്ടല്ലേ, നമ്മളൊക്കെ ഇത്തരത്തിലൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മമാർ നമ്മളെ കാത്തിരിക്കും അല്ലേ. 4 മണി പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ കാത്തിരിക്കുന്നതും അത് നമ്മൾ കൊതിയോടെ വിശപ്പോടുകൂടി കഴിക്കുന്നതൊക്കെ ആ ഒരു കാലം തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ആൺകുട്ടിയോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ അവർ തിരിച്ചു വരുന്നത് വരെ നമുക്ക് വേവലാതി തന്നെയാണ്. ഓരോ അച്ഛനമ്മമാർക്കും ഉള്ളിലും അതൊരു വേവലാതി തന്നെയാണ്. ഇപ്പോഴത്തെ അമ്മമാരുടെ ഈ ഒരു ആദ്യം മനസ്സിലാക്കാതെയാണ് ഈ ഒരു കുട്ടികൾ ഇത്തരത്തിൽ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇത്തരത്തിലുള്ള വലിയ വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നതോ അല്ലെങ്കിൽ ആരെയും തട്ടിക്കൊണ്ടു പോകുന്നതോ അല്ലെങ്കിൽ ഒരു വാഹനാപകടം സംഭവിക്കുന്നതോ ഒക്കെ വന്നാൽ അതൊന്നും നമ്മുടെ കുറ്റം കൊണ്ട് സംഭവിക്കുന്നതല്ല. പക്ഷെ ഈ ഒരു പ്രായത്തിന്റെ ഒരു എടുത്തുചാട്ടത്തിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഈ പെൺകുട്ടികൾ ഇത്തരത്തിൽ ചെയ്താൽ തന്നെ ശരിക്കും വലിയൊരു ദുരന്തം തന്നെയാണ് വിളിച്ചു വരുത്തുന്നത്. ചിലപ്പോൾ ആരെങ്കിലും വിളിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പരീക്ഷാ പേടി കൊണ്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി നിൽക്കാം എന്നുള്ള ഒരു തോന്നലായിരിക്കും ഈ പെൺകുട്ടികളെ കൊണ്ട് ഇത്തരത്തിൽ ചെയ്യിപ്പിച്ചതെങ്കിലും ശരിക്കും പറഞ്ഞാൽ കാണിച്ചത് വലിയൊരു അബദ്ധം തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഏറ്റവും വലിയ ചതിക്കുഴികൾ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജുകളും ഇതൊക്കെ തന്നെയാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുന്ന ഫ്രണ്ട്സുകളൊക്കെ ശരിക്കും നമുക്ക് ദോഷം വരുത്തുന്നവയാണ്. അത് ഈ ഒരു പെൺകുട്ടികളും അല്ലെങ്കിൽ ഒരു ആൺകുട്ടികളും അത് മനസ്സിലാക്കുന്നില്ല. ഏത് തരത്തിലുള്ള ചതിക്കുഴികളിലാണ് നമ്മൾ ചെന്ന് ചാടുന്നത്. അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയൊരു ചതി എന്ന് പറഞ്ഞാൽ കുറെ ഡേറ്റിംഗ് ആപ്പുകളുണ്ട് നമ്മുടെ ഈ ഒരു പ്ലേ സ്റ്റോറിൽ തന്നെ. ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് കുറെ മൊണ്ണകളായ യൂട്യൂബേഴ്സ് തന്നെയാണ്. കാരണം വലിയ വലിയ സെലിബ്രിറ്റീസ്, നമുക്കറിയാവുന്ന ഫേമസ് ആയിട്ടുള്ള ആരുടെ പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, അത് നമുക്ക് അറിയാം. അതായത് പബ്ലിക് ഫെയിമിൽ നിൽക്കുന്ന സെലിബ്രിറ്റീസുകൾ തന്നെയാണ് ഇത്തരം ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ചൊക്കെ പരിചയപ്പെടുത്തുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ശരിക്കും അവർ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ശരിക്കും അവർ ഫ്രോഡ് തന്നെയാണ് കാണിക്കുന്നത്. ഓരോ വ്യക്തികളെ, അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന രീതിയിലുള്ള ആപ്പുകളെ കുറിച്ചാണ് അവർ പരിചയപ്പെടുത്തുന്നത്. അതിൽ വിശ്വസിച്ച് പലരും ആ ഒരു ചതിക്കുഴിയിൽ പെട്ടുപോകുന്നുണ്ട്. ആ ഒരു ഏറ്റവും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം കൂടുതലും അറിയപ്പെടുന്ന ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു ഡേറ്റിംഗ് ആപ്പാണ് ഏറ്റവും വലിയ ചതിക്കുഴി. കാരണം അതിൽ പറയുന്നതുണ്ടോ, നമ്മുടെ റിയൽ ഫ്രണ്ട്സുകളാണ്, അതായത് നമ്മുടെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് ഒന്നും അല്ല, അതിലുള്ള ഫ്രണ്ട്സാണ് നമ്മൾ ഏകാന്തതയിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഏകാന്തത അകറ്റാനും ഫ്രണ്ട്സുകളുണ്ട്. അതുപോലെ തന്നെ പൈസയും സമ്പാദിക്കാം. ഈ ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ പൈസ, പ്രത്യേകിച്ച് നമ്മളൊരു പെൺകുട്ടികളാണെങ്കിൽ പൈസ നേടാൻ പറ്റും എന്നും കൂടി ആവുമ്പോഴത്തേക്ക് ഈ ഫ്രണ്ട് ആപ്പിനെ തേടി പോകാത്ത കൗമാരക്കാരികൾ ഉണ്ടാവത്തില്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയ ചതിക്കുഴിയിലാവുന്നത്. ഈ ഫ്രണ്ട് ആപ്പ് വഴി പരിചയപ്പെട്ടും അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് വഴിയൊക്കെ പരിചയപ്പെട്ടുന്ന ഈ ഫ്രണ്ട്സുകൾ തന്നെയാണ് ഓരോ ചതികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ പത്രവായന, ആ പത്രവായന ഇന്ന് കുട്ടികൾക്ക് ഇല്ല. ഏറ്റവും കൂടുതൽ ഈ ഫോൺ കയ്യിലുള്ളത് കൊണ്ട് തന്നെയാണ് പത്രവായന. പണ്ട് പത്രവായനയ്ക്ക് എന്തുമാത്രം പ്രാമുഖ്യമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ കൗമാരക്കാർക്ക്. ഈ 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രം ഫോൺ ഉപയോഗിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അത്രയും നല്ലത്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഒരിക്കലും അവരെ കഷ്ടപ്പെടാതെ വളർത്തരുത്. അതായത് കഷ്ടപ്പെട്ട് അറിഞ്ഞു തന്നെ മക്കൾ വളരണം. ശരിക്കും നമ്മുടെ കഷ്ടപ്പാട് അറിയാതെ വളരുന്ന മക്കൾക്ക് നമ്മുടെ വില മനസ്സിലാവില്ല. എന്നാൽ ആ ഒരു കഷ്ടപ്പാട് എങ്ങനെയാണ്, നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ അവരെ എത്തിച്ചത്, അത് അവരെ അറിയിക്കണം. എന്നാൽ മാത്രമാണ് ആ ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ അച്ഛനമ്മമാരെ ഒരു ബഹുമാനം അവർ കൊടുക്കത്തുള്ളൂ. നമ്മുടെ മക്കളെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. അപ്പം പാരന്റിങ്ങിന്റെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലേ. ഈ ഒരു 17 വയസ്സും 18 വയസ്സാകുമ്പോൾ എത്രത്തോളം നമുക്ക് അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ പറ്റും. ശരിക്കും നമ്മളെങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് നമ്മുടെ കൈവലയങ്ങളെ അവർ തട്ടിത്തൂരി എറിഞ്ഞിട്ട് തന്നെ പുറത്ത് ചാടും. ആ ചാടുന്നതോ ചിലപ്പോൾ അപകടത്തിലേക്കും. ഈ ഒരു അടുത്ത് നടന്ന ഒരു സംഭവമാണ്. കൊച്ചിയിലെ 12 വയസ്സുകാരനായ സഹോദരൻ 10 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA കൊടുത്ത് പീഡിപ്പിച്ച ഒരു കേസ് നിങ്ങൾ വാർത്തകളിലെല്ലാം കണ്ടതാണല്ലോ. അപ്പൊ നമ്മുടെ സമൂഹം ഈ ഒരു MDMA ഈ ഒരു 12 വയസ്സുകാരനെ കൊച്ചിന് എങ്ങനെ കിട്ടി?
ഇതൊക്കെ എന്താണ്? പിന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ചിന്തയെന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനമ്മമാരൊക്കെ അവർക്ക് പറ്റിക്കാൻ പറ്റും, അവർ സ്മാർട്ടാണ്, ഇതാണ് അവരുടെ ഓവർ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഇത്തരത്തിലുള്ളവർക്കാണ് തീരെ കോമൺ സെൻസ് ഇല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ, അല്ലെ? ഈ ഓവർ സ്മാർട്ടൊക്കെ കാണിക്കുന്നത് അച്ഛനമ്മമാർക്ക് മനസ്സിലാക്കും.